തുടർഭരണമുണ്ടോ ഇല്ലയോ എന്ന കൺഫ്യൂഷനൊന്നും CPM-നില്ല. കഴിഞ്ഞ ദിവസം ചേർന്ന CPM സംസ്ഥാന സമിതി സാധ്യതകൾ വിരളമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ചാപ്റ്റർ ക്ലോസ് ചെയ്തത്. സിറ്റിംഗ് സീറ്റുകളിലെ വോട്ട് ചർച്ചയാണ് പാർട്ടിയെ കടുത്ത ആശങ്കയിലാക്കുന്നത്. കഴിഞ്ഞ തവണത്തെ 99 സീറ്റുകളുടെ തിളക്കം ഇക്കുറി ഉണ്ടാവില്ലെന്നും ഇടതുമുന്നണി പരമാവധി 80 സീറ്റുകളിലേക്ക് ഒതുങ്ങുമെന്നാണ് പാർട്ടിയുടെ താഴെത്തട്ടിൽ നിന്നുള്ള പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത്. ഇത് 75 വരെയാകാമെന്നും പറയുന്നുണ്ട്. ആലപ്പുഴ ജില്ലയിലെ പടലപ്പിണക്കങ്ങളും കണ്ണൂരിലെ ഭൂരിപക്ഷത്തിലെ ഇടിവുമാണ് നേതൃത്വത്തിന്റെ ഉറക്കം കെടുത്തുന്നത്. ആലപ്പുഴയിൽ ഇക്കുറി കാറ്റ് മാറി വീശുമെന്നാണ് പാർട്ടിയുടെ രഹസ്യ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. അമ്പലപ്പുഴയിൽ പാർട്ടി വിട്ട് UDF സ്വതന്ത്രനായി മത്സരിച്ച മുൻ മന്ത്രി G. സുധാകരന്റെ സാന്നിധ്യം LDF-നെ ചാവേറാക്രമണത്തിന് തുല്യമായി മാറിയിരിക്കുകയാണ്. സുധാകരന്റെ വ്യക്തിപരമായ സ്വാധീനം വോട്ടായി മാറിയാൽ മണ്ഡലം കൈവിട്ടുപോകുമെന്ന് പാർട്ടി തിരിച്ചറിയുന്നുണ്ട്. ജില്ലയിലെ മറ്റ് ചില സീറ്റുകളിലും സുധാകരനിസം പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. കണ്ണൂരിലെ ഉരുക്കുകോട്ടകളിൽ വിള്ളൽ വീഴുമോ എന്ന പേടിയിലാണ് ജില്ലാ നേതൃത്വം നിൽക്കുന്നത്. 9 മണ്ഡലങ്ങളിൽ വിജയം ഉറപ്പിക്കുമ്പോഴും പയ്യന്നൂർ, മട്ടന്നൂർ, തലശ്ശേരി തുടങ്ങിയ ശക്തി കേന്ദ്രങ്ങളിൽ ഭൂരിപക്ഷം കുത്തനെ കുറയുമെന്നാണ് വിലയിരുത്തൽ വന്നിരിക്കുന്നത്. പഴയ കരുത്തു ചോരുന്നത് വരും കാലങ്ങളിൽ തിരിച്ചടിയാകുമെന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിലെത്തിയ റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട്. കാസർഗോഡ് ജില്ലയിൽ ന്യൂനപക്ഷ വോട്ടുകൾ UDF-ലേക്ക് കേന്ദ്രീകരിച്ചത് ഇടത് വിജയത്തിന്റെ തിളക്കം കുറയ്ക്കുമെന്നാണ് മറ്റൊരു കണ്ടെത്തൽ. കോഴിക്കോട് ജില്ലയിലാണ് CPM ഏറ്റവും വലിയ പ്രതിസന്ധി നേരിടുന്നത്. 13 സീറ്റുകളിൽ 8 കടുത്ത പോരാട്ടമാണ് നടന്നത്. കോഴിക്കോട് സൗത്ത്, നാദാപുരം, തിരുവമ്പാടി മണ്ഡലങ്ങളിൽ കൈവിട്ടു പോകാൻ സാധ്യതയുണ്ടെന്ന് ജില്ലാ ഘടകം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 5 സീറ്റുകൾ വരെ ജില്ലയിൽ നഷ്ടപ്പെട്ടേക്കാമെന്ന് ഭീതി നേതാക്കൾക്കുണ്ട്. മലപ്പുറത്ത് പൊന്നാനിയിലും തവനൂരിലും സുരക്ഷിതമെന്ന് കരുതുമ്പോഴും തിരൂരിൽ മന്ത്രി V. അബ്ദുറഹ്മാൻ വലിയ വെല്ലുവിളിയാണ് നേരിട്ടത്. പാലക്കാട് ജില്ലയിൽ തൃത്താലയിൽ മന്ത്രി MP രാജേഷിന്റെ ഭൂരിപക്ഷം 3000-ന് താഴേക്ക് ഇടിഞ്ഞേക്കാം. ഇവിടെ തോൽവി ഏറ്റുവാങ്ങുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. മലമ്പുഴയിലും ആലത്തൂരിലും വിജയിക്കുമെങ്കിലും ഭൂരിപക്ഷത്തിൽ വലിയ ഇടിവുണ്ടാകും. തൃശൂർ ജില്ലയിൽ ചാലക്കുടിയും തൃശൂരും ഒഴികെയുള്ള ഇടങ്ങളിൽ വിജയം പ്രതീക്ഷിക്കുന്നുണ്ട്. എറണാകുളത്ത് സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്താമെന്ന് കരുതുമ്പോഴും ഇടുക്കിയിലെ പീരുമേട് ഇക്കുറി കൂറുമാറിയേക്കുമെന്നാണ് CPM ഭയക്കുന്നത്. വയനാട്ടിൽ മന്ത്രി OR കേളു മാനന്തവാടിയിൽ കടുത്ത പോരാട്ടമാണ് കാഴ്ചവെച്ചത്. ബത്തേരിയിൽ പ്രതീക്ഷയുണ്ടെങ്കിലും അത് ഉറപ്പിച്ചു പറയാൻ CPM-ന് സാധിക്കുന്നില്ല. കോട്ടയത്ത് കർഷക ആത്മഹത്യകൾ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചോ എന്ന പരിശോധനയിലാണ് CPM നിൽക്കുന്നത്. വൈക്കത്തെ വോട്ടിംഗ് ശതമാനത്തിലെ മാറ്റം ഗൗരവകരമാണെന്ന് CPM കാണുന്നുണ്ട്. പത്തനംതിട്ടയിൽ 5 സീറ്റുകളും നിലനിർത്താമെന്ന ആത്മവിശ്വാസം CPM-നുണ്ട്. അതേസമയം കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളിയിലും ചവറയിലും UDF മുന്നേറ്റം നടത്തിയേക്കാമെന്നാണ് CPM വിശ്വസിക്കുന്നത്. 6 മുതൽ 9 സീറ്റ് വരെ ജില്ലയിൽ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. അടിത്തട്ടിലെ അടിയൊഴുക്കുകൾ പ്രവചനാതീതമാണ്. തിരുവനന്തപുരത്ത് നിയമം തിരിച്ചുപിടിക്കാമെന്ന ശിവൻകുട്ടിയുടെ ആത്മവിശ്വാസം പാർട്ടിക്കുണ്ട്. എന്നാൽ ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം നിയമം BJP-ക്ക് കൈകൊടുക്കുവാനുള്ള സാധ്യതകളാണ് കാണുന്നത്. തലസ്ഥാന നഗരത്തിൽ മറ്റ് മണ്ഡലങ്ങളിലെ BJP-യുടെ വോട്ടുകൾ ആർക്ക് ഗുണകരമായി എന്ന ചോദ്യവും ബാക്കിയാകുന്നുണ്ട്. 80 സീറ്റുകൾ കിട്ടിയാൽ തന്നെ അത് വലിയ നേട്ടമാകുമെന്നാണ് ഒരു വിഭാഗം കരുതുന്നത്. എന്നാൽ കഴിഞ്ഞ തവണത്തെ അത്ര വലിയ ഭൂരിപക്ഷം ഒരിടത്തും ഉണ്ടാവില്ലെന്നാണ് CPM-നെ ചിന്തിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് ന്യൂനപക്ഷ കേന്ദ്രങ്ങളിൽ UDF-ന് ലഭിച്ച സ്വീകാര്യത CPM-ന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചേക്കാമെന്ന പേടിയിലാണ് പാർട്ടി മുന്നോട്ട് പോകുന്നത്.